ഹലോ ഓൾ, എല്ലാവർക്കും പിക്കെ ലേണിങ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ SCRT പുസ്തകങ്ങളിലെ ഓരോരോ ടോപ്പിക്കായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് കെമിസ്ട്രി എപ്പോഴും നമ്മൾ പഠിക്കാനെടുക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം ആറ്റം തന്നെയാണല്ലോ. അപ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിവിധ ക്ലാസ്സുകളിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒന്നിച്ചാക്കി ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന SCRTയിലെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആറ്റം എന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം എന്താണ് ആറ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഏതൊരു പദാർത്ഥവും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. അതായത് കുഞ്ഞു കുഞ്ഞു ആറ്റങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഈ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ, ഇതിനെ ചെറുതായി മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ 2ആക്കി, പിന്നെ 4ആക്കി, 8ആക്കി, ഇങ്ങനെ മുറിച്ച് ഏറ്റവും അവസാനം അതിനെ ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് എത്തിച്ചേരും. ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ ഈ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവുമുള്ള ഒരു ചെറിയ കണത്തെ നമുക്ക് കിട്ടാതെയാവും. ഫോർ എക്സാമ്പിൾ, ഗോൾഡിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ അതിനെ നമ്മൾ ചെറിയ 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 കഷ്ണങ്ങളാക്കി ഏറ്റവും ലാസ്റ്റുള്ള ഒരു ആറ്റത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ആ ആറ്റത്തിന് ഇനി അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ തുടങ്ങിയിട്ടുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഏറ്റവും ചെറിയ അതിൻ്റെ സ്വർണത്തിൻ്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയിട്ടുള്ള ആളായിരിക്കും ഇത്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയെ പറയുന്ന പേരാണ് ആറ്റം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഗുണങ്ങൾ നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഇനി ചെറുതാക്കിയ അടിസ്ഥാന ഗുണമൊന്നുമില്ല, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ചാർജുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോവും. വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഗ്രീക്കിൽ ആറ്റമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിസിബിൾ എന്നാണ് അർത്ഥം. അതിൽ നിന്നുമാണ് ആറ്റം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് ഡെമോക്രിറ്റസ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. ഡെമോക്രിറ്റസ് എന്താ പറഞ്ഞത്? ഇനി അങ്ങോട്ട് വിഭജിക്കാൻ പറ്റാത്ത അവിഭാജ്യമായിട്ടുള്ള ചെറിയ കണങ്ങളായിട്ടുള്ള ആറ്റം കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് ആദ്യമായി പറഞ്ഞത് ഡെമോക്രിറ്റസ് ആണ്. ഓക്കെ അല്ലേ? ഇനി ആറ്റം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച്, ആറ്റത്തിൻ്റെ കൂടുതലായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നിർവചനം അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ജോൺ ഡാൾട്ടനാണ്. അപ്പോൾ ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ആറ്റം ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുകയോ ഷെയർ ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അല്ലാതെ ഒരു ആറ്റത്തെ വിഭജിച്ച് കട്ട് ചെയ്തിട്ടല്ല ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല. ആറ്റം എന്ന് പറയുന്നത് പുതിയതായിട്ട് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഓക്സിജൻ്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ആ ആറ്റത്തിൻ്റെ സ്വഭാവങ്ങൾ, അത് അലോഹ സ്വഭാവമാണ്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ മറ്റൊരു ആറ്റം എടുത്തു കഴിഞ്ഞാലും അതിന് സെയിം സ്വഭാവങ്ങൾ തന്നെ ആയിരിക്കും ഓട്ടവും കാണിക്കുക. ഓക്കെ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ഈ മുറിയിലുള്ള ഓക്സിജൻ്റെ ഒരു ആറ്റം എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങൾ, അതിൻ്റെ കെമിക്കൽ റിയാക്ഷനൊക്കെ സെയിം ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുറിയിലുള്ള ഓക്സിജൻ്റെ ഒരു ആറ്റം എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൻ്റെ പ്രോപ്പർട്ടീസും ഇതിനോട് സിമിലർ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. ഓക്സിജൻ്റെ ഒരു ആറ്റത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളായിരിക്കില്ല, വലിപ്പമായിരിക്കില്ല, മാസ്സായിരിക്കില്ല. എന്തിനുള്ളത്? ഒരു സ്വർണത്തിൻ്റെ ഒരു ആറ്റം എടുത്താൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ആറ്റം എടുത്താൽ അത് പ്രകടിപ്പിക്കുക. വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിട്ടിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഫർദർ ആയിട്ടുള്ള പല കണ്ടെത്തലുകളിലൂടെയും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ പല പോസ്റ്റുലേറ്റ്സും തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നോ ഒക്കെ പിന്നീട് തെളിയുന്നുണ്ട്. പ്രധാനമായിട്ടും അന്ന് അദ്ദേഹം പറഞ്ഞത് ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, ഇനി അതിനെ നമുക്ക് വിഭജിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്.
പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം പുതിയ കാര്യങ്ങളെ കണ്ടെത്തിയപ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ആ ആറ്റം എന്ന് പറയുന്നതിനകത്ത് അടങ്ങിയിട്ടുള്ള സബ് ആറ്റോമിക് കണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ സ്റ്റഡീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ തന്മാത്രകളെ വിഭജിക്കുമ്പോഴാണ് നമുക്ക് ആറ്റം ലഭിക്കുന്നത്. അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ആറ്റം, ഓക്സിജൻ എന്ന് പറയുന്ന മറ്റൊരു ആറ്റവും കൂടെ ചേർന്നിട്ട് നമുക്ക് ഓക്സിജൻ്റെ ഒരു തന്മാത്ര നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഓക്സിജൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ടാവും, ഒരു തന്മാത്രയ്ക്ക് ഉണ്ടാവും. അത് മാത്രമല്ല ഈ തന്മാത്രകളെ വിഭജിക്കുമ്പോഴാണ് ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്മാത്രകളെ വിഭജിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആറ്റങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നീടുള്ള കണ്ടെത്തലുകളിലൂടെ സബ് ആറ്റോമിക് കണികകളെ, സബ് ആറ്റോമിക് പാർട്ടിക്കിളുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ആറ്റത്തിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് എന്നിവയാണ്. ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കുറേയധികം സബ് ആറ്റോമിക് പാർട്ടിക്കിളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് പിന്നീടുള്ള പല കണ്ടെത്തലുകളിലൂടെയും ആറ്റത്തിനകത്തുള്ള മൗലിക കണങ്ങളെ കണ്ടുപിടിക്കുന്നുണ്ട്. ആറ്റത്തിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? അതെന്ന് പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവരാണ്. അപ്പോൾ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് എന്നിവയാണ് ഒരു ആറ്റത്തിനകത്ത് അടങ്ങിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള സബ് ആറ്റോമിക കണങ്ങൾ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവരാണ്. വ്യക്തമായല്ലോ. ഇലക്ട്രോണിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇലക്ട്രോണിനെ കണ്ടെത്താനായിട്ട് സഹായകരമാകുന്നത് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ആ ഒരു അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ്. ആദ്യമായിട്ട് 1875 വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പോൾ കുറഞ്ഞൊരു പ്രഷർ ഉണ്ടെങ്കിൽ, അധികം പ്രഷർ കൊടുക്കാതെയുള്ള ഗ്യാസുകളെ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചു കഴിഞ്ഞാൽ അതിനകത്തുകൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചിട്ടുള്ള വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തി വിട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു 1875 സമയത്ത് ആദ്യമായിട്ട് വില്യം ക്രൂക്സ്. അപ്പോൾ അതിനകത്ത് കണ്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് കാഥോഡും ആനോഡും ഉണ്ട്. ഈ കാഥോഡിൻ്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ആനോഡിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന രശ്മികളാണ് കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. ഈ ആനോഡിൻ്റെ പിറകിൽ നമ്മളൊരു സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുള്ള ഒരു സാധനം വെക്കുകയാണെങ്കിൽ ഈ നമ്മുടെ രശ്മികൾ, കാഥോഡ് രശ്മികൾ ഇങ്ങനെ പോയിട്ട് ഇതിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ആനോഡിൻ്റെ ഭാഗത്ത് പോയിട്ട് ഈ സിഡനെസ് പൂശിയിട്ടുള്ള ആ ഒരു പാളിയിൽ പോയിട്ട് തട്ടുന്ന സമയത്ത് അവിടെ നമുക്ക് ഇളം പച്ച നിറത്തിലുള്ള തിളക്കം കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പുറപ്പെടുന്ന കാഥോഡ് രശ്മികൾ എങ്ങോട്ടാണ് വരുന്നത്, ആനോഡിൻ്റെ സൈഡിലേക്കാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നീട് വില്യം ക്രൂക്സിൻ്റെ ഈ ഒരു പരീക്ഷണങ്ങളുടെ കുറേയധികം വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബുകളും ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് ജെ തോംസൺ ഈ ഒരു ഡിസ്ചാർജ് ട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ നടത്തുകയും അദ്ദേഹം ഈ ആദ്യമായിട്ട് ഒരു സബ് ആറ്റോമിക് കണം കണ്ടെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളൊരു കാഥോഡും ഇവിടെ ഒരു ആനോഡും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാഥോഡ് രശ്മികൾ ഇവിടെ ചെന്ന് ആനോഡിലേക്ക് തട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഇളംപച്ച നിറത്തിലുള്ളൊരു തിളക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തൊരു വാക്വം പമ്പ് വെച്ചിട്ടിട്ട് ഈ ഒരു കാണുന്ന രീതിയാണ് ഒരു ഡിസ്ചാർജ് റേ ട്യൂബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നു. ഈ കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ ഒരു അപ്പാരറ്റസിൽ ഉണ്ടായിരുന്ന ആ പരീക്ഷണത്തിലൂടെ കാഥോഡ് രശ്മികളുടെ പ്രത്യേകത എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. നേർരേഖയിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. കാരണം ഈ സഡനെസ്സിൻ്റെ പൂശിയിട്ടുള്ള ആ ഒരു പാളിയിൽ വന്ന് തട്ടുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും നേർരേഖയിലാണ് ആര് സഞ്ചരിക്കുന്നത്? ഈ കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നത്. ഈ കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുമ്പോൾ അവർ ചെറിയ നിഴലുണ്ടാക്കുന്നുണ്ട്. കണികകൾക്കൊക്കെ തന്നെയും മാസ് ഉണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു കണിക എങ്ങനെ പെരുമാറുന്നു അതുപോലെ അതിനൊരു മാസ് ഉണ്ട്. കാരണം ഇതിനകത്ത് ഈ ഒരു ഡിസ്ചാർജ് റേ ട്യൂബിനകത്ത് ഒരു പാഡിൽ വീല് വെക്കുന്ന സമയത്ത് ആ പാഡിൽ വീലിനെ കറക്കാനായിട്ട് ഈ രശ്മികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ് ഇവർ. കാരണം വൈദ്യുത മണ്ഡലത്തിൽ പോസിറ്റീവ് ഭാഗത്തേക്കാണ് കാഥോഡ് രശ്മികൾ ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ കാഥോഡ് രശ്മി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റി. മാത്രമല്ല ഒരു കാന്തിക മണ്ഡലം അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ
ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ കാണിക്കുമ്പോൾ അതെന്താ കാണിക്കുന്നത്? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാണ് കാന്തിക മണ്ഡലത്തിൽ ഇതിന് വ്യതിയാനം സംഭവിക്കുന്നത്. പിന്നീട് ജെ തോംസൺ, പേര് പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക, ജെ തോംസൺ കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട് എന്ന് തെളിയിച്ചു. അതായത് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്തെ വാതകം മാറ്റി പല 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 വാതകങ്ങൾ ഇട്ടിട്ടും ഒരേപോലെ പെരുമാറുന്ന കാഥോഡ് രശ്മികളെയാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എല്ലാ പദാർത്ഥത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്, ഈ കാഥോഡ് രശ്മിയിലുള്ള ആളാരാണോ അയാളുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള ഈ കണികകളെ ഇലക്ട്രോണുകൾ എന്ന് അദ്ദേഹം വിളിച്ചു. പിന്നീട് റോബർട്ട് മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുന്നത്. നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണുകൾക്കുള്ളത് 1.6 × 10⁻⁻19 കൂളുംബാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പിന്നീട് മാസ് കണ്ടെത്തുന്നത് 9.1 × 10⁻31 കിലോഗ്രാമാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. സബാറ്റോമിക കണങ്ങളിലെ ഏറ്റവും മാസ് കുറഞ്ഞിട്ടുള്ള കണിക എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പാഡിൽ വീല്, അതേപോലെ തന്നെ നിഴലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ ആനോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിഴൽ ഇപ്പുറത്ത് വീഴ്ത്താനായിട്ട് ആർക്ക് സാധിക്കുന്നു? ഈ കാഥോഡ് രശ്മികൾക്ക് നിഴൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഇതളുകളുള്ള ഒരു ചക്രം ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ ഈ കാഥോഡ് രശ്മികൾ കടന്നു പോകുമ്പോഴത്തേക്കിന് ഈ ഇതളുകളെ കറക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും കണ്ടെത്തുകയുണ്ടായി. ഇതൊക്കെയാണ് കാഥോഡ് രശ്മികളുടെ പ്രത്യേകത. ഇതുകൂടാതെ ഒരു വൈദ്യുത മണ്ഡലം കാണിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ വൈദ്യുത മണ്ഡലം വെക്കുന്ന സമയത്ത് നെഗറ്റീവ് ചാർജുകൾ എങ്ങനെയാണോ പെരുമാറുക അതേപോലെ പോസിറ്റീവിൻ്റെ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് ജെ തോംസൺ ആണ്. പിന്നീട് പ്രോട്ടോണിൻ്റെ കണ്ടെത്തലിലേക്ക് വരികയാണ്. യൂജിൻ ഗോൾഡ്സ്റ്റെയിൻ 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ പോസിറ്റീവ് ചാർജുള്ള കനാൽ രശ്മികളെ അല്ലെങ്കിൽ ആനോഡ് രശ്മികളെ കണ്ടെത്തി. അതായത് നേരത്തെ എങ്ങനെയായിരുന്നു കാഥോഡ് രശ്മികൾ സഞ്ചരിച്ചത്, ആ ഒരു പരീക്ഷണത്തിൻ്റെ അപ്പാരറ്റസ് എങ്ങനെയായിരുന്നു, അതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു എന്താ പറയുക ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ ഇദ്ദേഹം ആനോഡ് രശ്മികളെ കണ്ടെത്തുന്നുണ്ടായി. പിന്നീട് ഏണസ്റ്റ് റുദർഫോർഡ് ഹൈഡ്രജൻ ആറ്റത്തിലെ പോസിറ്റീവ് കണത്തിന് പ്രോട്ടോൺ എന്ന് പേര് നൽകി. അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തുന്ന ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡാണ്. അപ്പം ഇപ്പം നമ്മൾ ആറ്റോമിക കണികകൾ കണ്ടെത്തി. പിന്നീട് ന്യൂട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണിക കൂടെ കണ്ടെത്തപ്പെടുന്നുണ്ട്. അവിടേക്ക് നമുക്ക് വരാം. ജെ തോംസൺ ഈ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളിലൂടെ അദ്ദേഹം ഇലക്ട്രോൺ കണ്ടെത്തി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇലക്ട്രോൺ കണ്ടെത്തിയിട്ടുള്ള ജെ തോംസൺ അദ്ദേഹം അതുവരെ കണ്ടെത്തിയിട്ടുള്ള ഈ സബാറ്റോമിക് പാർട്ടിക്കിളും അദ്ദേഹത്തിൻ്റെ ഇൻഫറൻസുകളും ഒക്കെ വെച്ചുകൊണ്ട് ആദ്യത്തെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യാണ്. അതാണ് ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മാതൃക എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് തിരിക്കുന്നത്. ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ നമ്മളിങ്ങനെ റൈസിൻസ്, ഒരു പുഡിങ്ങിനകത്ത് റൈസിൻസ് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇത് മൊത്തം പോസിറ്റീവാണ്. ഇതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ വെച്ചിട്ടുണ്ട്. ഈ ആകെ പോസിറ്റീവും ഇതിനകത്ത് വെച്ചിട്ടുള്ള നെഗറ്റീവ് ചാർജുകളും തുല്യമായതിനാലാണ് ഈ ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി നിർവീര്യമായിരിക്കുന്നത്, ന്യൂട്രൽ ആയിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് റേഡിയോ ആക്ടിവിറ്റി, അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ഹെൻറി ബെക്വറലാണ് 1896 റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തുന്നത്. യുറേനിയം, തോറിയം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ, അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള മാസുള്ള മൂലകങ്ങൾ, അവർ സ്വയം വികിരണങ്ങൾ പുറത്തുവിടും. അതിൻ്റെ ന്യൂക്ലിയസിനകത്ത് നിന്നും അവർ ഒരു വികിരണങ്ങൾ പുറത്തുവിടും. ഈ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വികിരണങ്ങൾ എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ, ഗാമ എന്നീ 3 വികിരണങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പ്രോട്ടോൺ കണ്ടെത്തിയിട്ടുള്ള ആളെ നമുക്കറിയാം അല്ലേ, ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് നമ്മൾ പറഞ്ഞു. ജെ തോംസന്റെ ആറ്റം മോഡലും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശാസ്ത്രലോകം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വർണ്ണ തകിടിലൂടെ ആൽഫ കണങ്ങളെ കടത്തിവിട്ടു. നിങ്ങൾ ആലോചിക്കുക, ആൽഫ കണം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ്.
ഇപ്പോൾ ജെ തോംസന്റെ ആ മോഡൽ പ്രകാരം ഈ ആറ്റം മുഴുവനും പോസിറ്റീവ് ചാർജ് അല്ലേ, ആ ഒരു ഗോളം മുഴുവനും പോസിറ്റീവ് ആണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജുള്ളതിനകത്തേക്ക് നമ്മൾ പിന്നെയും പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ കടത്തി വിടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവർ റിപ്പൽ ചെയ്യായിരുന്നു ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? വളരെ നേരത്തെ ഒരു സ്വർണ്ണ തകിട് ഇങ്ങനെ വെച്ചിട്ട്, സ്വർണ്ണം എന്ന് പറയുമ്പോൾ മാലിബിലിറ്റി വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തകിടാക്കി മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് ഇതിലൂടെ ഈ രശ്മികൾ കടന്നു വരുമ്പോഴത്തേക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഫിലിം നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് ആൽഫ കണങ്ങളെ കടത്തി വിട്ടപ്പോൾ ശരിക്കും ഇവർ റിപ്പൽ ചെയ്ത് വരണമായിരുന്നു അല്ലേ. പക്ഷേ ഭൂരിഭാഗം കണങ്ങളും യാതൊരു വ്യതിയാനവും കൂടാതെ ഇതിനകത്തൂടെ സുഖമായിട്ട് സഞ്ചരിച്ചപ്പുറത്തേക്ക് പോയി. വളരെ കുറച്ച് കണങ്ങൾ മാത്രം എന്ത് ചെയ്തു, ചെറിയൊരു വളവോടുകൂടി സഞ്ചരിച്ചപ്പുറത്തേക്ക് പോയി. വളരെ കുറവെണ്ണം മാത്രം, 20,000-ൽ ഒരെണ്ണം എന്നൊക്കെയുള്ള നിരക്കിൽ മാത്രം ഇവരെന്ത് ചെയ്തു, പോയിട്ട് അവിടെ നിന്നും 180 ഡിഗ്രിയിൽ തിരിച്ച് അതേപോലെ തന്നെ കടന്നു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ജെ തോംസൺ വിചാരിച്ച രീതിയിലല്ല നമ്മുടെ ആറ്റം ശരിക്കും ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഭൂരിഭാഗം ആൽഫ കണങ്ങളും തടസ്സമില്ലാതെ കടന്നുപോയി. ചില കണങ്ങൾ ചെറിയൊരു കോണവിളവിൽ വ്യതിചലിച്ചു പോയി. വളരെ കുറച്ച് കണങ്ങൾ മാത്രം 20,000-ൽ ഒന്നുള്ള നിരക്കിൽ 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നു. ഇതിൽ നിന്നും റുദർഫോർഡ് അടുത്ത നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ്, അതുകൊണ്ടാണ് അത് സുഖമായിട്ട് കടന്നുപോയത്. ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ട്. ആ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിൻ്റെ അടുത്തൂടെ പോയവരാണ് വളഞ്ഞു പോയത്, പോസിറ്റീവ് ചാർജിലേക്ക് നേരെ പോയവരാണ് നേരെ തിരിച്ചു പോകുന്നത്. ബാക്കി വേക്കൻ്റായ ഭാഗത്തൂടെ കടന്നുപോയവരൊക്കെ സുഖമായിട്ട് കടന്നുപോയി. ഈ ഒരു പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ നടുഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ ന്യൂക്ലിയസും ഈ പുതിയ കാര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു ആറ്റം മോഡൽ മുന്നോട്ട് വെക്കുകയാണ്. അതാണ് റദർഫോർഡിൻ്റെ ആറ്റം മാതൃക, അല്ലെങ്കിൽ സൗരയൂഥ മാതൃക, അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേന്ദ്രഭാഗമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ന്യൂക്ലിയസിൻ്റെ വലിപ്പം ആറ്റത്തെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണ്. ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും വട്ടത്തിലുള്ള പാതകളിൽ, ഓർബിറ്റലുകളിൽ അതിവേഗം സഞ്ചരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആറ്റം മോഡലിൻ്റെ പരിമിതി എന്തായിരുന്നു, പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ആ ഒരു തിയറീസ് പ്രകാരം ഇങ്ങനെ ചാർജുള്ള കണങ്ങൾ ന്യൂക്ലിയസിനെ ചുറ്റി അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ ദേ വിൽ ഇവഞ്ച്വലി ലോസ് ഇറ്റ്സ് ചാർജ് ആൻഡ് വിൽ കൊളാപ്സ് ഇൻ ടു ദ സെൻറ്റർ. അതായത് ഈ ചാർജുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങനെ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ചാർജ് ക്രമേണ നഷ്ടപ്പെടുകയും അവർ നേരെ വന്ന് ഈ ഒരു ന്യൂക്ലിയസിനകത്ത് വന്ന് പതിച്ച് ഇല്ലാതാവുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആറ്റം ഇവഞ്ച്വലി ഇല്ലാതാവും. പക്ഷേ അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ആറ്റങ്ങളൊക്കെ ഇല്ലാണ്ടായി മാറ്റർ ഇല്ലാണ്ടാവണ്ടേ? പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാനായിട്ട് റദർഫോർഡിന് സാധിച്ചിട്ടില്ല. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ പതിച്ച് ആറ്റം നശിക്കും എന്നുള്ളതാണ് അന്നത്തെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ തിയറി ഇത് പ്രകാരം. പക്ഷേ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വിശദീകരിക്കാൻ റദർഫോർഡിന് സാധിച്ചില്ല. പിന്നീടാണ് ന്യൂട്രോണിൻ്റെ കണ്ടെത്തലിലേക്ക് നമ്മൾ വരുന്നത്. ജെയിംസ് ചാഡ്വിക്ക് 1932 സമയത്താണ് ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത ഒരു കണമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതിനെ അദ്ദേഹം ന്യൂട്രോൺ എന്ന് വിളിച്ചു. ഇത് ഹൈഡ്രജൻ്റെ ആറ്റത്തിന് എത്ര മാസ് ഉണ്ടോ ഏകദേശം അത്രയും തന്നെ മാസ് ഉണ്ട്. അതായത് ഒരു പ്രോട്ടോണുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും സിമിലർ ആയിട്ടുള്ളൊരു മാസാണ് ന്യൂട്രോണിനുള്ളത്. ആറ്റത്തിലെ സബാറ്റോമിക് കണങ്ങളിൽ ഏറ്റവും മാസ് കുറവ് ഇലക്ട്രോണിനും ഏറ്റവും മാസ് കൂടുതൽ ന്യൂട്രോണിനും ആണ്. ഇതിനുശേഷം റുദർഫോർഡിൻ്റെ ആ ഒരു ആറ്റം മോഡലിൻ്റെ പരിമിതികളെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് പുതിയതായിട്ട് നിലവിൽ വരുന്ന ആറ്റം മോഡലാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. 1913 കാലഘട്ടത്തിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് നിശ്ചിത പാതകളാണുള്ളത് എന്ന് നീൽസ് ബോർ പറഞ്ഞു. ഇവരെ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. ഈ സഞ്ചാരപാതകളെ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. കൃത്യമായിട്ടുള്ളൊരു ചാർജ് ഊർജ്ജ നിലകളാണ് ഈ ഓർബിറ്റലുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ഓർബിറ്റലിലെയും ഇലക്ട്രോണിന് നിശ്ചിതമായിട്ടുള്ളൊരു ഊർജ്ജമുണ്ട്. അതിനാൽ ഇവരെ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. ഈ നിശ്ചിത ഓർബിറ്റലിൽ സഞ്ചരിക്കുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഊർജ്ജം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവർ സ്ഥിരമായിട്ടുള്ള ഊർജ്ജ നിലകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഓർബിറ്റലുകളുടെ ഊർജ്ജം അങ്ങോട്ട് കൂടി വരും. ന്യൂക്ലിയസിൽ നിന്നും ദൂരേക്ക് അകലുന്ന സമയത്ത് ന്യൂക്ലിയസിനോടുള്ള അട്രാക്ഷൻ കുറയുകയും ഈ ഓർബിറ്റലുകളുടെ ഊർജം കൂടുകയുമാണ് ചെയ്യുന്നത്.
ഒരു ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടി എന്തായിരിക്കും, ടീച്ചറോട് നല്ല പറയണ കാര്യങ്ങളെല്ലാം കേട്ടിങ്ങനെ ഇരിക്കും. ഊർജ്ജം കുറവായിരിക്കും, കാരണം മിണ്ടാതിരുന്നിട്ട് ക്ലാസ് കേട്ടിരിക്കും. മിഡിൽ ബെഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇത്തിരി കൂടെ ഉഴപ്പായിരിക്കും. ടീച്ചറോട് കുറച്ചും കൂടെ പറയണ കാര്യങ്ങൾ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആളുടെ അത്ര ആവേശം ഉണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലേക്ക് പോകുമ്പോഴോ അവിടെ ഭയങ്കര ഊർജ്ജമായിരിക്കും. അവിടെ റോക്കറ്റ് ഉണ്ടാക്കി വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ടീച്ചർ പറയുന്നതിനോട് വലിയ അട്രാക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെയാണ് ആറ്റം എന്ന് വിചാരിക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ഊർജ്ജ നിലകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഊർജ്ജം ഭയങ്കര കൂടുതൽ, അട്രാക്ഷൻ കുറവാണ്. ഈ നിശ്ചിതമായിട്ടുള്ള ഈ ഊർജ്ജ നിലകളുണ്ടല്ലോ, അതിലിപ്പോൾ ഒന്നാമത്തെ ബെഞ്ചിലേക്ക് ഒരു കുട്ടി വന്നിരിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വേണം, ഈ ഊർജ്ജം കളഞ്ഞിട്ട്, എക്സ്ട്രാ ഉള്ള ഈ ഊർജ്ജം കളഞ്ഞിട്ട് മിടുക്കനായിട്ട് വന്നിരിക്കണം, എന്നാലേ ഒന്നാമത്തെ ബെഞ്ചിൽ വന്നിരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഊർജ്ജം പുറത്ത് വിട്ടുകൊണ്ടേ ഒരു ഇലക്ട്രോണിന് ഉയർന്ന ഊർജ്ജ നിലയിൽ നിന്നും താഴത്തെ ഊർജ്ജ നിലയിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഇനി ഫ്രണ്ടിലത്തെ ഊർജ്ജ നിലയിൽ നിന്ന്, അതായത് അടുത്തുള്ള ഊർജ്ജ നിലയിൽ നിന്നും ഉയർന്ന നിലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ബാക്ക് ബെഞ്ചിലുള്ള പിള്ളേരുടെ അത്രയും വൈബ് വേണം അല്ലേ. അപ്പോൾ അതിനുള്ള ഊർജ്ജം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തു നിന്ന് ഊർജ്ജം വലിച്ചെടുത്തുകൊണ്ട് മാത്രമേ താഴത്തെ ഊർജ്ജ നിലയിൽ നിന്നും ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ സ്ഥിരമായിട്ടുള്ള ഊർജ്ജ നിലയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് നീൽസ് ബോർ പറഞ്ഞു. ഈ ഓർബിറ്റലുകളെ 1, 2, 3, 4 എന്നുള്ള ആ ഒരു ക്രമത്തിൽ KLMN എന്നിങ്ങനെ പേര് കൊടുത്തു. ഒന്നാമത്തെ K, രണ്ടാമത്തെ L, മൂന്നാമത്തെ M, നാലാമത്തെ N എന്നിങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ഷെല്ലുകൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, KLMN. ഇവിടെ നിന്ന് അകന്ന് പോകുന്നതോറും ഊർജ്ജം കൂടും, അട്രാക്ഷൻ ഫോഴ്സ് കുറയും. അടുത്തേക്ക് വരുന്ന സമയത്ത് ഊർജ്ജം കുറവായിരിക്കും, അതേസമയം അട്രാക്ഷൻ ഫോഴ്സ് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക കണങ്ങൾ. പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ആറ്റത്തിൽ ന്യൂക്ലിയസിനകത്താണ് ആരുള്ളത്? പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും ഉള്ളത്. ഇലക്ട്രോൺ എവിടെയാ? ഊർജ്ജ നിലകളിൽ, ഓർബിറ്റുകളിലാണ് ഉള്ളത്. ഇനി പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം ഇത്രയുമാണ് യൂണിറ്റ് മാസ് വരുന്നത്. അതേസമയം ഇലക്ട്രോണിന് ഇത്രയാണ്, ന്യൂട്രോണിന് ഇത്രയുമാണ്. കണ്ടില്ലേ, ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു മാസാണ്. അതേസമയം ഇലക്ട്രോണിന് ഏറ്റവും കുറവാണ്. അപ്പോൾ ഏറ്റവും മാസ് കുറവുള്ള മൗലിക കണം ഇലക്ട്രോണും ഏറ്റവും കൂടുതലുള്ള ആളോ അത് ന്യൂട്രോണുമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മാസമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ 1 യൂണിറ്റ് പ്രോട്ടോണിന്, അതേപോലെ 1 യൂണിറ്റ് ന്യൂട്രോണിനുമുണ്ട്, ഇലക്ട്രോണിന് 0. ഇങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് കണക്കൊക്കെ ചെയ്യുമ്പോൾ എടുക്കാറുള്ളത്. ഇനി ഈ പ്രോട്ടോണിന് എന്ന് പറയുമ്പോഴത്തേക്കിന് പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്, ന്യൂട്രോണ് ചാർജ് ഇല്ലാത്തതും ആണ്. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന ഒരു യൂണിറ്റാണ് യൂണിഫൈഡ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. U എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള വസ്തുതകൾ. ഒരു ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗം മാത്രമാണ്. അതായത് ഇലക്ട്രോണിന്റെ മാസ് ഈസ് പ്രോട്ടോണിന്റെ മാസ് എന്ന് എടുക്കുമ്പോഴത്തേക്കിനും എത്രയാണ് അവരുടെ റേഷ്യോ വരിക? ഇലക്ട്രോണിന്റെ 1 ആണെങ്കിൽ പ്രോട്ടോണിന്റെ 1837 ആണ്. അതാണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി മൗലിക കണങ്ങൾ. ഇലക്ട്രോണ് ഒരു മൗലിക കണമാണ്. ഇതിനെ വീണ്ടും വിഭജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. എന്നാൽ പ്രോട്ടോണും ന്യൂട്രോണും ക്വാർക്കുകൾ എന്ന കണങ്ങൾ ചേർന്ന് ഉണ്ടായവയാണ്. ഓരോന്നിലും 3 ക്വാർക്കുകൾ വീതമാണ് ഉള്ളത്. ഇതിനാൽ ഇവയെ മൗലിക കണങ്ങളായിട്ട് പൊതുവെ പരിഗണിക്കാനില്ല. ആറ്റത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണികകൾ, സബാറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോണും ഇലക്ട്രോണും ആണ്. അപ്പോൾ നെയിൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയിലൂടെ അദ്ദേഹം പറഞ്ഞു, പ്രോട്ടോണിൻ്റെ നമ്പർ ഉണ്ടല്ലോ, പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്, ആ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ നമ്പർ ആ ഒരു ആറ്റത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ നമ്പറെ നമുക്ക് ആറ്റോമിക് നമ്പറായിട്ട് എടുക്കാം. അതൊരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. Z എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കും. അപ്പോൾ ഒരു ന്യൂട്രലായിട്ടിരിക്കുന്ന, കെമിക്കൽ റിയാക്ഷനിലൊന്നും പോയി പങ്കെടുക്കാത്ത ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ട് ഇരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുകയും സ്വീകരിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ മാറ്റം വരും. അല്ലാന്നുണ്ടെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് ആറ്റോമിക് നമ്പർ, അത് തന്നെയാണ് ഇലക്ട്രോണിൻ്റെ നമ്പറും. Z വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടോണിൻ്റെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ എണ്ണം, അത് തന്നെയാണ് ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിൻ്റെ മാസ് മുഴുവനും അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ A എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ A ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ നമ്പർ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പർ. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിലോ അതിനെ നമ്മൾ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ നമ്പർ കുറച്ചാൽ ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. ന്യൂട്രോൺ ഈക്വൽ ടു A - Z.
അപ്പോൾ മൂലകത്തിൻ്റെ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് മാസ് നമ്പറും, അതായത് മൂലകത്തെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് ഇവിടെ മാസ് നമ്പറും, അതേപോലെ തന്നെ താഴെയായിട്ട് ആറ്റോമിക് നമ്പറും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ആറ്റത്തിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം, നമ്മളിപ്പോൾ ഓർബിറ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനകത്ത് ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ ഈ ഷെല്ലുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് 2n² എന്ന നമ്പർ വെച്ചിട്ടാണ്. 2n² എന്ന് പറയുന്ന ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അതായത് ഓരോ ഷെല്ലിൻ്റെ നമ്പർ നമ്മൾ എടുക്കുക. K ഷെല്ല് ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ ഇവിടെ 2 × n എന്ന് പറയുന്ന 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ എത്ര കിട്ടും? 2 ഇലക്ട്രോണുകൾ കെയിൽ കൊള്ളും. L എന്ന് പറയുമ്പോൾ L ഷെല്ല് രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പോൾ 2n², അതായത് 2 × 2², 2 × 4, 8 എണ്ണം അല്ലേ, 8 ഇലക്ട്രോൺ കൊള്ളും. ഇവിടെ നോക്കുകയാണെങ്കിൽ 2n², അതായത് 2 × 3ൻ്റെ സ്ക്വയർ, 2 × 9, 18 ഇലക്ട്രോൺ. ഇവിടെ ആണെങ്കിൽ 2n² എന്ന് പറയുമ്പോൾ 2 × 4ൻ്റെ സ്ക്വയർ, 2 × 16, 32 കണ്ടില്ലേ. ഈ രീതിയിലാണ് ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തുക. താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഷെല്ലുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ പ്രവേശിക്കാറുള്ളൂ. ഏതൊരു ആറ്റത്തിൻ്റെയും ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ് എന്നുള്ളതുകൂടെ നോക്കി വെച്ചേക്കാം. നമ്മൾ തന്മാത്രകളൊക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ടത് മനസ്സിലാക്കും. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. അതായത് ആറ്റോമിക് നമ്പർ സെയിം ആണ്, നമുക്ക് മനസ്സിലായി. ആറ്റോമിക് നമ്പർ ഒരെണ്ണം ആ ഒരു ആറ്റത്തിനെ കാണൂ, അല്ലെങ്കിൽ അത് വേറെ മൂലകമാകണം. അപ്പോൾ ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. ഹൈഡ്രജൻ്റെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇത് ഹൈഡ്രജൻ്റെ തന്നെ 3 ആളുകളാണ്, 3 മാസ് ഉള്ളവരാണ്. ഇവരുടെ രാസ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നായിരിക്കും, കാരണം ഒരേ എലമെൻ്റ് അല്ലേ. പക്ഷേ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, മാസിന് വ്യത്യാസമുള്ളതുകൊണ്ട്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, അതിനകത്ത് ന്യൂട്രോൺ ഇല്ല. ഡ്യൂട്ടീരിയം, ഇതിൻ്റെ ഓക്സൈഡാണ് D2O, അതായത് ഹൈഡ്രജന് പകരം അവിടെ ഡ്യൂട്ടീരിയം വരുന്ന ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, ഹെവി വാട്ടർ എന്നറിയപ്പെടുന്ന D2O ആയിട്ട് മാറുന്നത്. ആണവ നിലയങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹെവി വാട്ടറിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി ട്രിഷ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആണ്. ഇതുകൂടാതെ കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ 12 മാസമുള്ള, 13 മാസമുള്ള, 14 മാസമുള്ള, ഇവർ 3 പേരുമാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പ്. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്, അതിന് മാറ്റമില്ല. ഈ 3 മാസുകളുള്ള ഈ 3 ആളുകളാണ് കാർബണിൻ്റെ പ്രധാനപ്പെട്ട ഐസോട്ടോപ്പുകൾ. ഇതിൽ കാർബൺ 12 ആണ് നമുക്ക് കോമൺലി എല്ലായിടത്തും കാണാൻ സാധിക്കുക. കാർബൺ 14 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. അതിനെയാണ് നമ്മൾ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഈ രീതിയിലാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഇരിക്കുന്നത്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നുള്ളത് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ പലതരത്തിലുള്ള ഐസോട്ടോപ്പുകൾക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നമുക്ക് പഠിച്ചു പോകാം. ആദ്യമായിട്ട് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ചികിത്സയ്ക്കും തൈറോയ്ഡ് ഗ്രന്ഥികളെ കുറിച്ചിട്ടുള്ള പഠനത്തിനുമാണ് അയഡിൻ്റെ 131 എന്നുള്ള മാസുള്ള ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. യുറേനിയം 235 ആണവ നിലയങ്ങളിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യവസായ പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ നിയന്ത്രിക്കാൻ, വിളർച്ച നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനിയും കുറേ അധികം ഉണ്ട് ഐസോട്ടോപ്പുകൾ. ഇനി ഐസോട്ടോപ്പുകളെ കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യമാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്തമായിട്ടുള്ള ആറ്റോമിക് നമ്പറുമുള്ള ആളുകളാണ് ഐസോബാറുകൾ. അപ്പോൾ ആറ്റോമിക് നമ്പർ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മൂലകങ്ങൾ വേറെയാണ്, ആറ്റങ്ങൾ വേറെയാണ്. വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റുകളുടെ ആറ്റങ്ങളാണ് ഇവരൊക്കെ, പക്ഷേ ഇവരുടെ മാസ് സെയിം ആയിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ആർഗൺ, അതേപോലെ തന്നെ പൊട്ടാഷ്യം, കാൽസ്യം. ഇവരുടെ 3 പേരുടെ മാസ് 40, 40, 40 എന്നാണ്. ആറ്റോമിക് നമ്പർ കണ്ടില്ല, ആർഗണിൻ്റെ 18, പൊട്ടാഷ്യത്തിൻ്റെ 19, കാൽസ്യത്തിൻ്റെ 20 എന്നിങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഐസോബാറുകൾ. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, ആറ്റോമിക് തിയറി, അതേപോലെ തന്നെ ആറ്റം മോഡലുകൾ, പ്രധാനപ്പെട്ട ആറ്റം മോഡലുകൾ, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം എക്സ്ട്രാ ഐസോബാറുകൾ, ഐസോട്ടോപ്പുകൾ, ഇവരുടെയൊക്കെ ഉപയോഗം, ഇതൊക്കെ നമ്മൾ പഠിച്ചുപോയി. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന ഭാഗത്ത് നിന്നും 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഘടന എന്ന ഭാഗത്തു നിന്നും ആണ് എടുത്തിട്ടുള്ളത്. ഈ 2 ചാപ്റ്ററുകളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ, ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത് പോയി.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ PSC പരീക്ഷകളിലും മത്സര പരീക്ഷകളിലുമൊക്കെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് SCERT-യിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ ഇത്തരത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരമെഴുതാൻ ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.